നമസ്കാരം. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ശങ്കു തകർക്കുന്ന വാർത്ത തന്നെയാണ് ഇത്. എന്തെന്നാൽ മെസ്സി കേരളത്തിലേക്ക് സൗഹൃദ മത്സരം കളിക്കാനെത്തും എന്ന് പറഞ്ഞപ്പോൾ മുതൽ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ. ഒപ്പം നാളുകളെണ്ണി അവരുടെ കാത്തിരിപ്പും തുടങ്ങി. എന്തായാലും ഉടനെയൊന്നും മെസ്സി കേരളത്തിലേക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പോൺസർ നൽകേണ്ട പണം നൽകാത്തതിനാലാണ് മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് അടഞ്ഞിരിക്കുന്നത്. അതേസമയം കേരളത്തിന് നാണക്കേടാകുന്ന തരത്തിലാണ് ഈ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് പ്രകാരം മെസ്സിയെ കൊണ്ടുവരാൻ വെറും 30 കോടിയുടെ അഡ്വാൻസ് പോലും കേരളത്തിന് അടയ്ക്കാനായില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അർജന്റീനയുമായി കേരളം കരാർ ഒപ്പിടേണ്ടിയിരുന്നത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു. അർജന്റീന ടീം കേരളത്തിലെത്താൻ ആകെ നൽകേണ്ടത് 100 കോടിയാണ്. ഇതിൽ 30% മാർച്ചിൽ നൽകണമായിരുന്നു, അതായത് 30 കോടി. ആ 30 കോടി കേരളത്തിന് നൽകാനായില്ല. ഇതോടെയാണ് കരാർ ഒപ്പിടൽ നടക്കാതെ പോയിരിക്കുന്നതും. കേരള സർക്കാർ വിചാരിച്ചിട്ട് 30 കോടി പോലും അർജന്റീനയ്ക്ക് നൽകാനായില്ലെന്നത് ആഗോളതലത്തിൽ തന്നെ കേരളത്തിന് നാണക്കേടായി മാറിയിരിക്കുകയാണ്. മെസ്സി ഒക്ടോബറിൽ വരുമെന്നായിരുന്നു കായിക മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ പ്രഖ്യാപനം വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും 1 രൂപ പോലും സ്പോൺസർമാർ നൽകിയില്ലെന്നതാണ് സത്യം. ഈ സാഹചര്യത്തിൽ ഒക്ടോബറിൽ ചൈനയിൽ പര്യടനം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചെന്നാണ് വിവരം. ചൈനയിൽ 2 മത്സരങ്ങൾ മെസ്സിയും സംഘവും കളിക്കും. അതേസമയം അർജന്റീനയുടെ 2026 വിദേശ പര്യടന ഷെഡ്യൂളിലും കേരളമില്ല. അതായത് അടുത്ത വർഷവും മെസ്സി കേരളത്തിലെത്തില്ലെന്ന് ചുരുക്കം. സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷനെയാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിന്റെ സ്പോൺസറാകാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ആദ്യം കണ്ടെത്തിയത്. അതിനായി വമ്പൻ പ്രഖ്യാപനങ്ങളും നടന്നു. കൂടാതെ ഒരു PR ഏജൻസി പോലും ഇതിനായി ഉണ്ടായി. അവർക്ക് പണവും കൊടുത്തു. പക്ഷേ അതിനപ്പുറം ഒന്നും നടന്നില്ല. 200 കോടി രൂപ സമാഹരിക്കുകയായിരുന്നു ഓൾ കേരള ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ലക്ഷ്യം. എന്നാൽ ഇതിൽ പകുതിയോളം രൂപ അപ്പിയറൻസ് ഫീസായി അർജന്റീന ടീമിന് നൽകേണ്ടി വരുമെന്നായതോടെ ഫണ്ടിങ് ആകെപ്പാടെ പാളി. പിന്നീട് പ്രധാന സ്പോൺസർമാരെ കണ്ടെത്താൻ വേണ്ടി സ്വകാര്യ വാർത്താ ചാനലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വന്നു. എന്നാൽ തുകയുടെ കാര്യത്തിൽ ചലനമുണ്ടായില്ല. തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതിയും നമ്മുടെ സംസ്ഥാന സർക്കാർ വാങ്ങിക്കൊടുത്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിലെ സ്റ്റേഡിയം സന്ദർശിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പണം കിട്ടാത്തതിനാൽ അവരെത്തിയില്ല. മാർച്ചിലും കരാർ ഒപ്പിടൽ നടക്കാതെ വന്നതോടെ അർജന്റീന മറ്റു കരാറിലേക്ക് പോയി എന്നതാണ് സത്യം.